സിദ്ദിഖ് ലാൽ ചിത്രമായ ഗോഡ്ഫാദറിന്റെ ക്ലൈമാക്സിലെ സംഘടനത്തിനിടയിലുള്ള തമാശരംഗങ്ങൾ കാണുമ്പോൾ ഇന്നും നാം മതിമറന്ന് ചിരിക്കാറുണ്ട്. അതിനൊരു പ്രധാന കാരണക്കാരൻ ശങ്കരാടിയാണ്. ആനപ്പാറ അച്ചാമ്മയുടെ വക്കീലായ ശങ്കരാടിയെ അടിച്ചു ബോധം കെടുത്തി ഇന്നസെന്റും ജഗദീഷും കൊണ്ടു നടക്കുന്ന ആ രംഗം അതുവരെ മലയാള സിനിമ കാണാത്ത ഹാസ്യപ്രകടനമായിരുന്നു. അതിന്റെ യുക്തിയെ ചോദ്യം ചെയ്യാതെയാണ് നമ്മൾ അതൊക്കെ ആവോളം ആസ്വദിച്ചത്. കോഴിക്കോട്ടെ വെസ്റ്റ് ഹില്ലിലുള്ള ഒരു ഗസ്റ്റ് ഹൌസിലും മീഞ്ചന്തയിലെ കല്യാണ മണ്ഡപത്തിലും വച്ചായിരുന്നു ആ രംഗങ്ങൾ ചിത്രീകരിച്ചത്. സിദ്ദിഖ് ലാൽ മിമിക്രി ചെയ്തിരുന്ന കാലത്ത് പരീക്ഷിച്ചൊരു സ്കിറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എഴുതിയ രംഗമായിരുന്നു അത്. നന്നായി ചെയ്തില്ലെങ്കിൽ പാളിപ്പോകാവുന്ന ഒരു സീൻ. സ്കിറ്റിൽ ചെയ്യുമ്പോൾ പ്രേക്ഷകർ അതിന് യുക്തിയെ ചോദ്യം ചെയ്യില്ല. എന്നാൽ സിനിമയിൽ വരുമ്പോൾ അങ്ങനെയല്ല. നന്നാകുമോ എന്ന് ഉറപ്പില്ലാതെയാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. ശങ്കരാടിക്കും ഇന്നസെന്റിനും ജഗദീഷിനും സീൻ പറഞ്ഞുകൊടുത്തു. ഏറ്റവും വലിയ വെല്ലുവിളി ശങ്കരാടിയായിരുന്നു. കാരണം തലയ്ക്ക് അടികൊണ്ട് ബോധം പോയ ഒരാൾക്ക് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ശങ്കരാടി തകർത്തഭിനയിച്ചു. ഇടയ്ക്ക് ആ മുഖം താണുപോകുന്നതും സിഗരറ്റ് വലിക്കുന്നതുമെല്ലാം അതിഗംഭീരമായി ചെയ്തു. ശങ്കരാടിയല്ലാതെ മറ്റാരെയെങ്കിലും ആ രംഗത്ത് സങ്കല്പിച്ചു നോക്കൂ. ആർക്കും ഇത്ര മനോഹരമായി അത് അവതരിപ്പിക്കാൻ കഴിയില്ല. സിനിമ പുറത്തിറങ്ങിയ ശേഷം പലരും സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ചോദിച്ചിരുന്നു, ആ സീൻ ചെയ്യുമ്പോൾ ശങ്കരാടി ചേട്ടന്റെ ബോധം ശരിക്കും പോയിരുന്നോ എന്ന്. അതായിരുന്നു ശങ്കരാടി എന്ന നടൻ. തനിക്ക് ലഭിക്കുന്ന കഥാപാത്രത്തിന്റെ മർമ്മമറിഞ്ഞ് അഭിനയിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊരു മുന്നൊരുക്കത്തോടെ ചെയ്യുന്ന ഒന്നല്ല, ഒരു അരുവി പോലെ ഒഴുകി വരുന്നതാണ്.